നമസ്കാരം. ഇത് ദ ഇന്ത്യ. ഏഷ്യൻ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളാകെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയ പ്രതിരോധ കരാറിന് ഇന്ത്യയും ജർമ്മനിയും തയ്യാറെടുക്കുകയാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികളെ കടലിൽ തന്നെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ വലിയ പദ്ധതി. ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കാളികളായ ഏറെ നിർണായകമായ അന്തർവാഹിനി ചർച്ചകൾ ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ ചർച്ച ചെയ്യുന്ന അന്തർവാഹിനി പങ്കാളിത്തം വെറുമൊരു സൈനിക പ്രതിരോധ കരാറല്ലെന്നും മറിച്ച് തന്ത്രപരമായ വൻ അടിയൊഴുക്കുകൾക്ക് കാരണമാകുന്ന ഒന്നാണെന്നും ഏതൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ മാധ്യമമായ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വെറും ഒരു വിദേശ നിർമ്മിത അന്തർവാഹിനി ഇറക്കുമതി ചെയ്യുന്നതിനപ്പുറം ജർമ്മൻ സാങ്കേതിക വിദ്യ പൂർണ്ണമായി ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നിലവിലെ പദ്ധതി അനുസരിച്ച് ജർമ്മൻ വിദഗ്ധർ പ്രത്യേക പരിശീലനം നൽകുന്ന ഇന്ത്യൻ എഞ്ചിനീയർമാരായിരിക്കും മുംബൈയിലെ മസ്ഗോൺ ഡോക്ക് ഷിപ്പ്യാർഡിൽ വെച്ച് അത്യാധുനിക ടൈപ്പ് 214 അന്തർവാഹിനികൾ നിർമ്മിക്കുക. ഈ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ പ്രതിരോധ രംഗത്ത് വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ആഭ്യന്തര വൈദഗ്ധ്യം വികസിപ്പിച്ച് തദ്ദേശീയ കപ്പൽ നിർമ്മാണ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും നാവികസേനയ്ക്ക് സാധിക്കും. എന്നാൽ ഈ നീക്കത്തിൽ ജർമ്മനിക്ക് ചില കടമ്പകൾ കടക്കാനുണ്ട്. വ്യവസായ രഹസ്യങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവ മുൻനിർത്തി അത്യാധുനിക സാങ്കേതിക വിദ്യ എത്രത്തോളം ഇന്ത്യക്ക് കൈമാറണമെന്ന കാര്യത്തിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള നീക്കങ്ങൾ. യൂറോപ്പിന് പുറത്തേക്ക് തങ്ങളുടെ തന്ത്രപരമായ സ്വാധീനം വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ജർമ്മനിക്ക് ഇൻഡോ പസഫിക് മേഖലയിലെ ഏറ്റവും വിശ്വസനീയമായ പങ്കാളിയായി ഇന്ത്യയെ മാറ്റാൻ ഈ കരാർ സഹായിക്കും. ഇന്ത്യക്കാകട്ടെ മെച്ചപ്പെട്ട പ്രതിരോധ ശേഷിക്കൊപ്പം രാജ്യത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് വഴിയൊരുക്കും. ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കാവുന്ന ശക്തമായ നയതന്ത്ര സാമ്പത്തിക ബന്ധത്തിനാണ് ഈ പുതിയ പദ്ധതിയിലൂടെ അടിത്തറയിടുന്നത്. ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കാവുന്ന ശക്തമായ ഈ പങ്കാളിത്തത്തിലൂടെ ഇരുപക്ഷത്തിനും വലിയ നേട്ടങ്ങളുമുണ്ട്. ഏതൊക്കെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈമാറും, ഉൽപ്പാദന ചുമതലകൾ എങ്ങനെ വിഭജിക്കും, നിർണായകമായ സംവിധാനങ്ങളിലേക്ക് ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് എത്രത്തോളം പ്രവേശനം നൽകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കരാറിൻ്റെ അന്തിമരൂപം. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം സാങ്കേതികവിദ്യ പങ്കുവയ്ക്കൽ കരാറുകൾ വെറുമൊരു സൈനിക സംഭരണം മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയ വിശ്വാസം, സാമ്പത്തിക സ്വാശ്രയത്വം, ആഴത്തിലുള്ള നയതന്ത്ര യോജിപ്പ് എന്നിവ കെട്ടിപ്പടുക്കുന്ന ദീർഘകാല തന്ത്രപ്രധാന ബന്ധത്തിൻ്റെ ശക്തമായ അടിത്തറ കൂടിയാണ്. ആഗോളതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദീർഘകാലം ആരുടെയും കണ്ണിൽപ്പെടാതെ രഹസ്യമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള അത്യാധുനിക അന്തർവാഹിനി വ്യൂഹങ്ങൾക്കായി ലോകരാജ്യങ്ങൾ വലിയ തോതിൽ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യ ജർമ്മനി അന്തർവാഹിനി കരാറിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പങ്കാളിത്തം ആത്യന്തികമായി മേഖലയിൽ സ്ഥിരത ശക്തിപ്പെടുത്തുമോ അതോ കൂടുതൽ വലിയ സൈനിക മത്സരത്തിന് വഴിമരുന്നിടുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഒന്നുറപ്പാണ്, ഇൻഡോ പസഫിക് മേഖലയിലെ സ്വാധീനത്തിന് വേണ്ടിയുള്ള ഭാവി പോരാട്ടങ്ങൾ ഇനി കടലിൻ്റെ ഉപരിതലത്തിലല്ല, മറിച്ച് അടിയൊഴുക്കുകളിലായിരിക്കും ശക്തമായി നടക്കാൻ പോകുന്നത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ശബ്ദമില്ലാത്തതും കണ്ടെത്താൻ പ്രയാസമേറിയതും ശത്രുവിൻ്റെ വലിയ കപ്പൽ വ്യൂഹങ്ങളെപ്പോലും നിമിഷനേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ളതുമായ അന്തർവാഹിനികളാണ് ആധുനിക നാവിക യുദ്ധങ്ങളിലെ ഏറ്റവും മാരകമായ ആയുധം. അതിനാൽ ഭാവിയിലെ യുദ്ധങ്ങൾ കടലിൻ്റെ ഉപരിതലത്തിലല്ല, മറിച്ച് കടലിനടിയിലായിരിക്കുമെന്ന് നടക്കുക എന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നു. മേഖലയിൽ ചൈനീസ് കടന്നുകയറ്റത്തിന് തടയിടാൻ ഇന്ത്യ ജർമ്മനി സഖ്യത്തിന് സാധിക്കുമോ അതോ ഈ മേഖലയിൽ കൂടുതൽ ആയുധ മത്സരത്തിന് വഴിമരുന്നിടുമോ എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.